എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നൊരു പുതിയ റെസിപ്പിയാണ് ഇടിച്ചക്ക അച്ചാർ. ഇടിച്ചക്കയുടെ ഇപ്പോൾ ചക്കയുടെ സീസണല്ലേ, ചക്ക ആയി തുടങ്ങി. ഇടിച്ചക്ക എന്ന് പറയുമ്പോൾ ചെറിയ ചക്കകളാണ്, അതായത് ചക്ക കള വന്നിട്ട് ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേക്ക് അത് ആ ചക്ക എടുത്തിട്ട് നമ്മൾ ഇടിച്ചക്ക കൂട്ടാൻ വെക്കാറുണ്ട്. അതിന് പകരം ഇടിച്ചക്ക അച്ചാറാണ്. അപ്പോൾ ആ ചക്ക എടുത്തിട്ട് നമ്മൾ തൊലി ചെത്തി കളഞ്ഞതിന് ശേഷം മാങ്ങ അച്ചാറിന് അരിയത്തില്ലേ, ആ ഷേപ്പിൽ അരിഞ്ഞ് നമ്മൾ ഇഡ്ഡലി കുട്ടത്തി വെച്ച് ഉപ്പ് പുരട്ടിയതിന് ശേഷം ഇഡ്ഡലി കുട്ടത്തി വെച്ച് ആവി കയറ്റി എടുക്കുക. ആവി കയറ്റി എടുത്തിട്ട് അതിൻ്റെ വെള്ളം പോകുന്നതിന് വേണ്ടി നമ്മൾ ഒരു ദിവസം വെയിലത്ത് വെച്ചൊന്ന് ഉണക്കണം. ഉണക്കിയിട്ട് പിറ്റേന്ന് എടുത്തിട്ട് നമ്മൾ സാധാരണ അച്ചാറിടുമ്പോഴത്തേക്ക് അരിയുന്നത് പോലെ കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും അരിഞ്ഞ് മാറ്റി വയ്ക്കുക. എന്നിട്ട് സാധാരണ വെളിച്ചെണ്ണയിൽ തന്നെ കടുക് വറുത്തതിന് ശേഷം ഈ അല്പം കറിവേപ്പില ഇട്ട് പിന്നീട് ഈ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടൊന്ന് വഴറ്റിയിട്ട് നമ്മൾ സാധാരണ മുളക് പൊടി ഇടാറുണ്ടല്ലോ, കാശ്മീരി മുളക് പൊടിയാണ് ഇടാറുള്ളത് നല്ല കളർ കിട്ടുന്നതിന്. അപ്പോൾ ആ കാശ്മീരി മുളക് പൊടി ആവശ്യത്തിന് നമുക്ക് ഏകദേശം എത്ര ചക്കയാണോ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ മാങ്ങ ഇടുന്നതിൻ്റെ അതേ സെയിം തന്നെയാണ് മുളക് പൊടി ഇതിനും ഇടേണ്ടുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് അത്രയും മുളക് പൊടി ഇട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ കളറൊന്ന് മങ്ങുന്നതിന് മുമ്പ്, അതായത് ആ റെഡ് കളർ തന്നെ ഇരിക്കണം. അപ്പോഴത്തേക്ക് വിനാഗിരി ഒഴിച്ച് വിനാഗിരി ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിടണം. മറ്റേ അത് പിന്നെ വേവിച്ച് വെച്ചപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിലും പക്ഷേ അച്ചാറായതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പ് വേണം. അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഒരു അര നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾ ഈ ഉണക്കി വെച്ചിരിക്കുന്ന ഈ വിഭവം ഉണ്ടല്ലോ, അതായത് ഇടിച്ചക്ക എടുത്ത് ഇതിനകത്തോട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു ഇടിച്ചക്ക അച്ചാർ കിട്ടും. നല്ല ടേസ്റ്റാണ്, ചോറുണ്ണാനൊക്കെ നല്ലതാണ്. അതുപോലെ ഇനിയിപ്പോൾ വൃശ്ചിക മാസം വരെയാണ്, വ്രതമുള്ള ദിവസങ്ങളുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും അത് ഉപയോഗിക്കാം. തീർച്ചയായിട്ടും ഇതെല്ലാവരും ട്രൈ ചെയ്യണം. പിന്നെ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. നല്ലതാണ്, ഞാനത് ചെയ്തിട്ടുണ്ട്, കൊള്ളാമായിരുന്നു. എനിക്കൊരു ചേച്ചി പഠിപ്പിച്ചു തന്നതാണ്, ഞാനത് എനിക്ക് ട്രൈ ചെയ്ത് നോക്കി. തീർച്ചയായിട്ടും നല്ലതാണ്. ഞാനാണെങ്കിൽ സ്ഥിരം വ്രതം പിടിക്കുന്ന ഒരാളാണ്, അപ്പോൾ എനിക്ക് എന്തെങ്കിലും അച്ചാർ വേണം. അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക്